എല്ലാ സമയത്തും ടെൻഷൻ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ആവശ്യമില്ലാത്ത ഭയം, അനാവശ്യമായി പേടി തോന്നുക. ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന പലരും നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. പലപ്പോഴും ഇതിനൊരു പരിഹാരം തേടി നമ്മൾ തലച്ചോറിനെ മാത്രം ചികിത്സിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഇങ്ങനെ ഉണ്ടാവുന്ന ചിന്തകളെല്ലാം തലച്ചോറിൽ മാത്രമല്ല തീരുമാനിക്കപ്പെടുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവും. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ശാസ്ത്രം പറയുന്നത് നമുക്ക് രണ്ട് ബ്രെയിൻ ഉണ്ടെന്നാണ്. ഒന്ന് തലച്ചോറിനെയാണ്, രണ്ടാമത്തെ ബ്രെയിന് നമ്മളുടെ കുടലാണ്. ഈ ഒരു സെക്കൻഡ് ബ്രെയിനിൻ്റെ കൺസെപ്റ്റ് മെഡിക്കൽ ലോകത്ത് വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യവും മാനസിക ആരോഗ്യവും തമ്മിൽ നിങ്ങൾ തിരിച്ചറിയാത്ത ഒരു വലിയ ബന്ധമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ബന്ധത്തിനെക്കുറിച്ചും അതിൽ പ്രോബയോട്ടിക്സ് വഹിക്കുന്ന പങ്കിനെക്കുറിച്ചുമാണ്. 5 ലക്ഷത്തിലും കൂടുതൽ മലയാളികൾ അവരുടെ ആരോഗ്യം വിശ്വസിച്ചേൽപ്പിക്കുന്ന ഡോഫുഡിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പ്രോബയോട്ടിക്സ് എന്താണെന്ന് നോക്കാം. നമ്മളുടെ ശരീരത്തിൽ തന്നെ കോടിക്കണക്കിന് ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളും ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം നമുക്ക് അസുഖം ഉണ്ടാക്കുന്നതോ ദോഷം ചെയ്യുന്നതോ അല്ല. നമ്മളുടെ കുടലിൽ ജീവിക്കുന്ന, നമ്മളുടെ ആരോഗ്യത്തിന് ഗുണങ്ങൾ ചെയ്യുന്ന നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള സൂക്ഷ്മാണുക്കളുണ്ട്. ഇവരെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്രോബയോട്ടിക്സ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനും അതിൽ നിന്നും വൈറ്റമിൻസും മറ്റു തരത്തിലുള്ള ന്യൂട്രിയൻസിനെയും അബ്സോർബ് ചെയ്യാനും കുടലിൽ തന്നെയുള്ള ചീത്ത ബാക്ടീരിയകളെയും മറ്റു സൂക്ഷ്മാണുക്കളെയും നശിപ്പിക്കാനും ഇവർ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രോബയോട്ടിക്സിന് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ദഹന പ്രശ്നങ്ങൾ മാറ്റാനും ബ്ലോട്ടിങ്ങിന്റെ പ്രശ്നം ഒഴിവാക്കാൻ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർക്ക് ബ്ലോട്ടിങ്ങിന്റെ പ്രശ്നം, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പ്രോബയോട്ടിക്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അങ്ങനെ കുടലിന്റെ ആരോഗ്യം മികച്ച രീതിയിൽ നിലനിർത്താൻ പ്രോബയോട്ടിക്സ് അത്യാവശ്യം വേണം. പക്ഷേ ഇതേ പ്രോബയോട്ടിക്സ് എങ്ങനെയാണ് നമ്മളുടെ മാനസികാരോഗ്യത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മൾ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ തലച്ചോറിനെയും കുടലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു നെർവ് ഉണ്ട്. അതിന്റെ പേര് വേഗസ് നെർവ് എന്നാണ്. ഇത് ഏകദേശം ഒരു ഹൈവേ പോലെയാണ്. വയറിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തലച്ചോറിനെ അറിയിക്കുകയും ബ്രെയിനിൽ ഉണ്ടാകുന്ന ചിന്തകളും സ്ട്രെസ്സും ടെൻഷൻ ഇതെല്ലാം വയറിനെയും ബാധിക്കാൻ തുറന്നിരിക്കുന്ന ഒരു ഹൈവേ. നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതിന്റെ പേര് സെറോട്ടോണിൻ ആണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ ഒരു ഹോർമോണിന്റെ 90% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തലച്ചോറിലല്ല, മറിച്ച് നമ്മളുടെ കുടലിലാണ്. ഗട്ടിലുള്ള നല്ല ബാക്ടീരിയകളായിട്ടുള്ള പ്രോബയോട്ടിക്സിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് സെറട്ടോണിന്റെ ഉൽപ്പാദനം നല്ല രീതിയിൽ കുറയും. ഇതാണ് പിന്നീട് നമ്മളെ ആങ്സൈറ്റിയിലേക്കും വിഷാദ രോഗം അഥവാ ഡിപ്രഷനിലേക്കൊക്കെ നയിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റിനെ സാധൂകരിക്കുന്ന പലതരത്തിലുള്ള സയന്റിഫിക് സ്റ്റഡീസ് ഓൾറെഡി നടത്തി കഴിഞ്ഞു. അതായത് ക്ലിനിക്കൽ ഡിപ്രഷനുള്ള ആൾക്കാരുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയന്റെ അളവ് വളരെ കുറവാണെന്നും അവർക്ക് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നൽകിയ സമയത്ത് മാനസികാരോഗ്യം ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും മികച്ചത് നമ്മളുടെ പഴങ്കഞ്ഞിയാണ്. ഇതിൽ ലക്ഷക്കണക്കിന് നല്ല ബാക്ടീരിയകളുണ്ട്. പഴങ്കഞ്ഞിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ കാണുക. ബാക്ടീരിയൽ ഫെർമെന്റേഷൻ വഴി ഉണ്ടാവുന്ന പലതരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട്. ഉദാഹരണത്തിന് തൈര്, മോര്, സംഭാരം. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉപ്പിലിട്ട് വെക്കുന്ന അച്ചാറുകൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇവയെല്ലാം മികച്ച പ്രോബയോട്ടിക്സ് ആണ്. ഇനി ഇത്തരത്തിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കാൻ പറ്റാത്തവർക്ക് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ പ്രോബയോട്ടിക്സിൻ്റെ സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കുമ്പോഴും അത് കഴിക്കുന്ന സമയത്തും അധികം ആൾക്കാരും പലതരത്തിലുള്ള മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതെന്തൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം. അതിലൊന്ന്, പ്രോബയോട്ടിക്സിൻ്റെ ഗുളികകൾ കഴിക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിലോ ചൂടുള്ള ചായ, പാല്, കോഫി ഇതിൻ്റെ കൂടെ കഴിക്കരുത്. ചൂട് തട്ടുന്നതിനനുസരിച്ച് ഈ നല്ല ബാക്ടീരിയകളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആൻറ്റിബയോട്ടിക്സിന് കൂടെ ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ പ്രോബയോട്ടിക്സും പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ആൻറ്റിബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒരുമിച്ച് ഒരേ ഗ്ലാസ് വെള്ളത്തിലല്ല കുടിക്കേണ്ടത്. ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രോബയോട്ടിക്സ് കഴിക്കാൻ. പ്രോബയോട്ടിക്സ് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത്. വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക. ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാലേ അത് കുടലിൽ എത്തുകയുള്ളൂ. വെറും വയറ്റിൽ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വയറിൽ ഭക്ഷണമൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ പ്രോബയോട്ടിക്സിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കും. അങ്ങനെ വൻകുടലിലേക്ക് എത്തുന്ന പ്രോബയോട്ടിക്സിൻ്റെ അളവ് ഗണ്യമായി കുറയും. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. പ്രോബയോട്ടിക്സ് എല്ലാവർക്കും പറ്റിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് അല്ല.
നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രം പ്രോബയോട്ടിക്സ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ആരൊക്കെയാണ് പ്രോബയോട്ടിക്സ് ഒഴിവാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ ദീർഘകാലമായി സ്റ്റിറോയിഡിൻ്റെ മരുന്നുകൾ കഴിക്കുന്നു, ഒരു സർജറിക്ക് ശേഷം നിങ്ങൾ ഇമ്മ്യൂണോ സപ്രസൻസിൻ്റെ തെറാപ്പിയിലാണ്, അല്ലെങ്കിൽ HIV പോലത്തെ രോഗബാധിതനാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് എടുക്കാൻ പാടില്ല. ICUയിൽ കിടക്കുന്ന സീരിയസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും പ്രോബയോട്ടിക്സ് എടുക്കാൻ പാടുള്ളതല്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രം പ്രോബയോട്ടിക്സ് വാങ്ങിക്കുക. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. മാനസിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാം. അത് ഒരു തെറ്റായിട്ടോ ഒരു കുറവായിട്ടോ കാണേണ്ട ആവശ്യമില്ല. ഭക്ഷണരീതി മാറ്റുന്നതിലൂടെ, അതായത് പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം ഒഴിവാക്കിയിട്ടും ബേക്കറി ഐറ്റംസ് കഴിക്കുന്നത് കുറച്ചിട്ടും പകരം ഹോൾ ഫുഡ്സും നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നേരത്തെ പറഞ്ഞ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് വഴിയും, ഇനി അത്തരത്തിലുള്ള ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടും നിങ്ങളുടെ മാനസികാരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ടെൻഷനും ഉത്കണ്ഠയും സ്ട്രെസ്സും ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. മാനസികാരോഗ്യത്തിന് വേണ്ടി മറ്റൊരാളുടെ സഹായം തേടുന്നതിൽ യാതൊരു കുറവും വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് മറ്റൊരാൾ അറിയാതെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്സുമായി സംസാരിക്കാൻ നിങ്ങൾക്ക് ഡോഫോഡി ഉപയോഗിക്കാം. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ലൈക്ക് ബട്ടൻ്റെ താഴെയുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡോഫോഡി സ്റ്റോറിൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന സുരക്ഷിതമായിട്ടുള്ള ലാബ് ടെസ്റ്റഡ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. സ്റ്റോറിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് പേടി വരുന്ന സമയത്തും ടെൻഷൻ ഉണ്ടാകുന്ന സമയത്തും ബാത്റൂമിൽ പോകാൻ തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് വയറിൻ്റെ ആരോഗ്യം കൂടിയും ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണ്, എത്ര കാലമായി കഴിക്കുന്നു, ഇതെല്ലാം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഗട്ട് ഹെൽത്തിനെ കുറിച്ച് ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി. ടേക്ക് കെയർ. ബൈ.